സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണത്തിനിടെ ശോഭാ സുരേന്ദ്രൻ മെട്രോമാൻ ഇ ശ്രീധരനെ കണ്ട് അനുഗ്രഹം വാങ്ങി. പ്രാദേശിക നേതാക്കളും കൂടെയുണ്ടായിരുന്നു. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണത്തിനിടെ മെട്രോമാൻ ഇ ശ്രീധരന്റെ അനുഗ്രഹം വാങ്ങി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഇന്ന് രാവിലെ 11:30 പൊന്നാനിയിലെ ഇ ശ്രീധരന്റെ വീട്ടിലെത്തിയാണ് അനുഗ്രഹം വാങ്ങിയത്. ശ്രീധരന്റെ ഭാര്യ ആരതി ഉഴിഞ്ഞ് കുങ്കുമം നെറ്റിയിൽ തൊട്ട് അനുഗ്രഹം നൽകി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനായിരുന്നു BJP സ്ഥാനാർത്ഥി. BJP പാലക്കാട് നിയോജകമണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല തനിക്കാണെന്നും ഇതിന്റെ ഭാഗമായി പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ശ്രീധരൻ സാറിനെ കണ്ട് അനുഗ്രഹം വാങ്ങിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് നിന്നും പൊള്ളാച്ചി റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിക്കുകയെന്ന ദീർഘനാളത്തെ ആവശ്യം കേന്ദ്രം നിറവേറ്റിയ ദിവസമാണിന്നെന്നും ശ്രീധരൻ സാറിന്റെയും സുരേഷ് ഗോപിയുടെയും തന്റെയും ഇടപെടൽ കൊണ്ടാണ് ഇതെല്ലാം സാധ്യമായതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംഘടനാപരമായിട്ട് പാർട്ടി ശക്തിപ്പെടുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ശ്രീധരൻ സാറിൻ്റെ പേര്. അദ്ദേഹം അവിടെ മുൻപ് സ്ഥാനാർത്ഥിയായിരുന്നു. ഏറെ വികസന സ്വപ്നങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. നേരിയ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത്. അത് കേരളത്തിന് തന്നെ കനത്ത ഒരു നഷ്ടമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അറിവുകൾ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് പാലക്കാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല, സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ ഉചിതമായിട്ടുള്ള സമയത്ത് പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകം പ്രഖ്യാപിക്കും. ഇപ്പോൾ പാലക്കാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും സാറിൻ്റെയും ഇന്ന് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം സാറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഒരു മെമു ട്രെയിൻ. അത് പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് ആളുകൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചൊരു വിഷയമായിരുന്നു. പിന്നീട് എനിക്ക് നേരിട്ട് ശ്രീമാൻ സുരേഷ് ഗോപിയുമായിട്ട് ആ വിഷയം സംസാരിക്കാൻ സാധിച്ചു. അദ്ദേഹം അത് അശ്വിനി വൈഷ്ണവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതുപോലെ തന്നെ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിഷയങ്ങളെല്ലാം തന്നെ ശ്രീ അശ്വിനി വൈഷ്ണവുമായിട്ട് പലതവണ ചർച്ച നടത്തിയിട്ടുള്ള ഒരു അദ്വിതീയനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശ്രീധരൻ സാറ്. അപ്പോൾ ഇന്ന് ഇവിടെ വരുന്ന സമയത്ത് തന്നെ ആ മെമു ട്രെയിൻ പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് കൊടുക്കാമെന്ന അശ്വിനി വൈഷ്ണവ്ജിയുടെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാറിൻ്റെ ഫേസ്ബുക്കിലൂടെ കേരളം മുഴുവൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കൂടി അനുഗ്രഹം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലാണ് പ്രസ്ഥാനത്തിന്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്കല്ല. അപ്പോൾ പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി ശോഭ ധാരാളം മണിക്കൂറുകൾ ചെലവഴിക്കണം എന്നാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, എന്നോടും എൻ്റെ സഹപ്രവർത്തകരോടും. അപ്പം അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു ഏത് സ്ഥലത്ത് ഇപ്പം നാളെ പ്രസ്ഥാനം പറഞ്ഞു വന്നിരിക്കട്ടെ, നിങ്ങൾ മത്സരിക്കുകയല്ല വേണ്ടത്, പാലക്കാടിന് നേതൃത്വം കൊടുക്കണം പ്രവർത്തനങ്ങൾക്ക്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഏത് രീതിയിലും പാർട്ടി കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തവണ ഞങ്ങളുടെ ലക്ഷ്യം. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ.